നമസ്കാരം, മല്ലസ് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയോ? നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇരിക്കുന്നത്. നമ്മളിന്ന് ദുബായിക്കാണ്. ഒരു ചെറിയൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് നമുക്ക് പോയി വന്നാലോ? അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടറിയാം. ഈ കോവിഡ് കാലത്ത് എങ്ങനെയാണ് പോകുന്നത്, നമുക്ക് അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു 24 hours നമ്മുടെ വിസ കിട്ടും, പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് ടെസ്റ്റാണ്. നമ്മൾ കോവിഡ് നെഗറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് ദുബൈക്ക് പോകാൻ പറ്റുള്ളൂ. ദുബൈക്ക് എന്നല്ല, ഏത് കൺട്രിയിലേക്കാണെങ്കിലും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കോവിഡ് ടെസ്റ്റിന് ആക്ച്വലി നമുക്ക് 96 hours വാലിഡിറ്റി ടൈം, അതായത് 4 days വാലിഡിറ്റി ടൈം. നമ്മൾ ടെസ്റ്റ് എടുക്കുന്നത് മുതൽ 96 hours അതിന് വാലിഡിറ്റി ടൈം. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ കോവിഡ് ടെസ്റ്റിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോർമലി പോലെ തന്നെ, പക്ഷേ നമ്മളിപ്പോൾ കോവിഡിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സെക്യൂരിറ്റിയിൽ തന്നെ നമ്മൾ കുറച്ച് അധികം സമയം തന്നെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഉറപ്പായിട്ടും നമ്മളിപ്പം നോർമലി 3 hours മുന്നേ വരുന്നെങ്കിൽ 4 hours മുന്നേ തന്നെ വരണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അകത്തേക്ക് കടക്കാൻ പറ്റിയെന്ന് വരുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതിനകത്തൊന്ന് മനസ്സിലായിട്ടുള്ളത്, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്. നമുക്ക് പോകുന്ന വഴികളും യാത്രയും ഒക്കെ കണ്ടുവരാം. അപ്പോൾ നമ്മൾ ദുബായിൽ ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2 weeks ടൈമുണ്ട്. അതിനകത്ത് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പാർട്ട് ബൈ പാർട്ടായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിലോട്ട് പോകാം. ബോർഡിങ്ങിൻ്റെ ടൈമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റിങ്ങിലാണ്. വെയിറ്റിംഗ് ഏരിയയിലൊക്കെ എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോയിൽ കാണാവുന്നതാണ്. ബോർഡിങ്ങിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ കമ്പനി ഫ്ലൈറ്റ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന PPE കിറ്റും അതുപോലെ തന്നെ ഒരു ഫേസ് ഷീൽഡ്, മാസ്ക്, സാനിറ്റൈസേഴ്സ്, ഇത്ര സാധനങ്ങൾ നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഫ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കൂടി നോക്കാം. PPE കിറ്റ് നോർമലി നമ്മൾ ഫ്ലൈറ്റ്സിൽ നിന്ന് നമുക്ക് തരുന്നത് സെൻട്രൽ പോർഷനിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് 2 പേര് തമ്മിലുള്ള ഒരു കണക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നമുക്ക് PPE കിറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഈ PPE കിറ്റിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ PPE കിറ്റ് ധരിച്ചിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഇവർ ഫേസ് ഷീൽഡ് തന്നിട്ടുണ്ട്. ഫേസ് ഷീൽഡിൻ്റെ 2 സൈഡിലായിട്ട് അവർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് കേട്ടോ പോകുന്നത്. ബോർഡിങ്ങിൻ്റെ ടൈമായി, നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. ഫോളോ മീ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളുടെ എയർ ഹോസ്റ്റസ് ഒക്കെ ഇപ്പം നോർമലി നമ്മൾ യൂണിഫോമിലാണ് കാണാറ്. ഇപ്പോൾ അവരും PPE കിറ്റിലാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ദുബായിയുടെ ലൈറ്റ്സ് ഒക്കെ കണ്ടു തുടങ്ങി. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഈ രാത്രിയിൽ. ഇത് ഭംഗിയാൻ നോക്കും, നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നമ്മൾ ഏകദേശം ലാൻഡിങ്ങിനുള്ള ഒരു പുറപ്പാടൊക്കെയാണ്. ഏകദേശം എത്തിക്കഴിഞ്ഞു. നമുക്ക് എയർപോർട്ടൊക്കെ കാണാം. ആക്ച്വലി നമുക്ക് ഇൻ്റർനാഷണൽ ദുബായ് എയർപോർട്ട് മിസ്സായി. ഇപ്പോൾ ഓൾഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്, ദുബായിയുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പുതിയതിൽ നമുക്ക് പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല. കോവിഡ് ആയത് കാരണം അവർ എയർപോർട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ച് തന്നെയാണ് എയർപോർട്ടിലേക്ക് നമ്മൾ ഇറങ്ങുന്നതും. നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ഒരുപാട് ഫ്ലൈറ്റ്സ് നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ ബസ്സൊക്കെ നിർത്തിയിട്ടേക്കുന്ന പോലെ ഒരുപാട് ഫ്ലൈറ്റ്സ് കാണാൻ പറ്റി. ഇപ്പം നമ്മൾ കാണുന്ന ഫെഡെക്സിൻ്റെ ഫ്ലൈറ്റ്സ് ആണ്, എമിറേറ്റ്സിൻ്റെ ഒക്കെ ഫ്ലൈറ്റ്സ് ഇഷ്ടം പോലെ ആണ് കേട്ടോ കിടക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ ബാഗേജിലെത്തിയിട്ടുണ്ട്. ആദ്യം എമിഗ്രേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് കോവിഡ് ടെസ്റ്റ് നമ്മൾ കൊടുത്തു. അതിനുശേഷം 24 hours നമുക്ക് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ഏതെങ്കിലും ലോക്കർ നമ്പറിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഗേജസ് ഒക്കെ എടുത്തു, നമ്മൾ പുറത്തേക്ക് പോവാണ്. നമ്മുടെ ഫ്രണ്ട്സ് വെയിറ്റിംഗ് ആണ് ഔട്ട് സൈഡ്.
കൊച്ചിനെ കണ്ടുപിടിച്ചു അങ്ങോട്ട് വാ. അങ്ങനെ നമ്മൾ ദുബായിൽ എത്തിയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ദുബായിന് ബാക്കിയുള്ള വീഡിയോസിലൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ദിസ് ഇസ് താനിയ സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺ ടു മലസ് കഫേ. താങ്ക് യു.